നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3 അവസാന ചാപ്റ്ററാണ്. ടൈപ്സ് ഓഫ് പ്ലൂംസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത പ്ലൂം ബിഹേവിയറിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ഒരു ടൈപ്സ് ഓഫ് പ്ലൂംസ് എന്ന് പറയുന്നത്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സെഷനാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലൂംസ് എന്തൊക്കെയാണ് എന്നുള്ളത്. സോ നമ്മൾ ആൾറെഡി പ്ലൂം എന്താണ്, പ്ലൂം റൈസ് എന്താണ്, അതുപോലെ തന്നെ സ്റ്റൈക്ക് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ജനറൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചു. സോ അത് കഴിഞ്ഞ് നമ്മൾ പറയാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലൂംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. എക്സാമിനേഷന് ഓരോ ടൈപ്പും വിത്ത് അതിൻ്റെ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യൽ തന്നെയാണ് ആവശ്യം. സോ ആ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ നോട്ട്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളതും. ഓക്കെ, സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് എന്നുള്ളത്. സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഏതു ടൈപ്പ് പ്ലൂം ജനറേറ്റ് ചെയ്യുമ്പോഴാണ് ഗ്രൗണ്ട് ലെവലിൽ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ കണ്ടാമിനൻസിൻ്റെ കോൺസെൻട്രേഷൻ ഉള്ളത് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലൂംസ് പറയുമ്പോൾ ഏത് പ്ലൂം ആകുമ്പോഴാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പ്ലൂം ജനറേറ്റ് ചെയ്യുമ്പോഴാണ് ഗ്രൗണ്ട് ലെവലിൽ പൊല്യൂട്ടൻസ് കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് കാണുക എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലൂപ്പിംഗ് പ്ലൂം എന്നാണ് ഫസ്റ്റത്തെ ടൈപ്പ് ഓഫ് പ്ലൂം, ലൂപ്പിംഗ് പ്ലൂം. സോ നമ്മൾ ഈ ഒരു ടൈപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഓരോ ടൈപ്പിൻ്റെയും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും അതുപോലെ തന്നെ ആ ഒരു പ്ലൂമിൻ്റെ ബിഹേവിയറും വരച്ചിട്ടാണ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമ്മൾ ഇനീഷ്യലി XY ആക്സിസ് വരച്ചിട്ട് അതിൽ ആ ഒരു പ്ലൂമിൻ്റെ മറ്റ് ക്യാരക്ടറിസ്റ്റിക്സാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ടെമ്പറേച്ചറും ഹൈറ്റും മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ അതിൻ്റെ വെലോസിറ്റി U എന്നും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ലൂപ്പിംഗ് പ്ലൂമിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വരച്ചു. അതിനുശേഷം നമ്മുടെ അഡിയബാറ്റിക് ലാപ്സ് റേറ്റും എൻവയോൺമെൻറ്റൽ ലാപ്സ് റേറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ലൈൻസ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് സെക്കൻഡ് വൺ ആയിട്ട് അവിടെ കാണിച്ചിട്ടുള്ളത്. താഴത്ത് ഏതാണ് അഡിയബാറ്റിക് ലാപ്സ് റേറ്റ് എന്നും ഏതാണ് എൻവയോൺമെൻറ്റൽ ലാപ്സ് റേറ്റ് എന്നും കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനലി നമ്മളൊരു സ്റ്റേക്ക് വരച്ചിട്ട് അതിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന പ്ലൂമിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് എന്നുള്ളത് അവിടെ വരച്ചു. ജസ്റ്റ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ലൂപ്പ് പോലുള്ള ഒരു പ്ലൂമാണ് അവിടെ കാണിച്ചിട്ടത്. റെഡ് കളറിൽ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് റൈസിങ് പാർട്ടും സബ്സിഡൻസ് കർവ്ഡായിട്ട് താഴുന്ന ആ പാർട്സും എല്ലാം നമ്മളവിടെ സെപ്പറേറ്റ്ലി ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സെഷനാണ് നമ്മൾ ഓരോ പ്ലൂം വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും ദെൻ അതിൻ്റെ ഒരു ജനറൽ ബിഹേവിയർ എങ്ങനെയാണ് എന്ന് വരയ്ക്കുന്നതുമാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇനീഷ്യലി നമ്മൾ വരയ്ക്കണം. XY ആക്സിസ് വരച്ചിട്ട് അതിൽ ഹൈറ്റ് സെഡും ടെമ്പറേച്ചറും മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ വെലോസിറ്റിയും കാണിച്ചിട്ടുണ്ട്. ദെൻ ആ ലൂപ്പിംഗ് ഡയറക്ഷൻസ് അവിടെ കാണിച്ചു. അഡിയബാറ്റിക് എൻവയോൺമെൻറ്റൽ ലാപ്സ് റേറ്റ് കാണിച്ചു. ദെൻ ആ ഒരു പ്ലൂമിൻ്റെ ജനറൽ ബിഹേവിയറും കാണിച്ചു. ഓക്കെ, സോ ഇതാണ് ലൂപ്പിംഗ് പ്ലൂം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് കണ്ടൻറ്റാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അൺസ്റ്റേബിൾ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ ആണ് ഈ ഒരു തരത്തിലുള്ള ലൂപ്പിംഗ് പ്ലൂം ജനറേറ്റ് ചെയ്യുന്നത്. അൺസ്റ്റേബിൾ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലാണ് ലൂപ്പിംഗ് പ്ലൂംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൂടെ ഫർദർ പറയുകയാണെങ്കിൽ ഇതിനൊരു വേവി ക്യാരക്ടറാണുള്ളത്. അതുപോലെ തന്നെ സൂപ്പർ അഡിയബാറ്റിക് എൻവയോൺമെൻറ്റിലാണ് ഇത് ഒക്കർ ചെയ്യുന്നത്. അൺസ്റ്റേബിൾ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ അതല്ലെങ്കിൽ നമുക്ക് സൂപ്പർ അഡിയബാറ്റിക് എൻവയോൺമെൻറ്റിലാണ് ഇത് ജനറേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് പറയാം. സൂപ്പർ അഡിയബാറ്റിക് എൻവയോൺമെൻറ്റ് എന്ന് പറയാൻ കാരണം അവിടുത്തെ ആ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എൻവയോൺമെൻറ്റൽ ലാപ്സ് റേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ അഡിയബാറ്റിക് ലാപ്സ് റേറ്റ്. സോ ലൂപ്പിംഗ് പ്ലൂം എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതിനൊരു വേവി ക്യാരക്ടർ ആയിരിക്കും. അതുപോലെ തന്നെ സൂപ്പർ അഡിയബാറ്റിക് എൻവയോൺമെൻറ്റിലാണ് ഇത് ഉണ്ടാവുന്നത്. സൂപ്പർ അഡിയബാറ്റിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ELR ഗ്രേറ്റർ ദാൻ ALR എന്നുള്ളൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, സോ ഇത്തരത്തിലുള്ളൊരു അൺസ്റ്റേബിൾ അറ്റ്മോസ്ഫിയറിൽ വെർട്ടിക്കലി അപ്വേർഡും ഡൗൺവേർഡുമായിട്ടും റാപ്പിഡ് എയർ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലല്ല, വെർട്ടിക്കൽ ഡയറക്ഷനിൽ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ റാപ്പിഡ് എയർ മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ ഒരു പ്ലൂമിന് ലൂപ്പിംഗ് ഷേപ്പ് ജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ലൂപ്പിംഗ് ഷേപ്പ് അച്ചീവ് ചെയ്യാനുള്ളൊരു
സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ടൻ്റ് ആയിട്ട് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് പൊല്യൂട്ടൻസ് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ ഒക്കർ ചെയ്യാനുള്ളൊരു സാധ്യത വളരെ അധികം കൂടുതലായിരിക്കും. ഓക്കെ, ഇത്തരത്തിലുള്ള പ്ലൂംസ് ക്ലിയർ ഡേ ടൈമിലാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇത് അവോയ്ഡ് ചെയ്യാൻ ഉള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്കുകളുടെ ഹൈറ്റ് സൂപ്പർ അഡിയബാറ്റിക് അറ്റ്മോസ്ഫിയറിലുള്ള ഏരിയാസിൽ സ്റ്റേക്സിൻ്റെ ഹൈറ്റ് വളരെയധികം കൂട്ടി ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ അൺസ്റ്റേബിൾ അറ്റ്മോസ്ഫിയറിൽ എയർ മൂവ്മെൻറ്റ് വെർട്ടിക്കൽ ഡയറക്ഷനിൽ അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ് വളരെ ഹൈ റേറ്റിലായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലൂമിന് ഒരു ലൂപ്പിംഗ് ഷേപ്പ് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഗ്രൗണ്ട് ലെവലിൽ പൊല്യൂട്ടൻസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇൻ ഡേ ടൈം. സോ ഒഴിവാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സൂപ്പർ അഡിയബാറ്റിക് അറ്റ്മോസ്ഫിയറിക് സിറ്റുവേഷൻസ് ഉള്ള ഏരിയ ആണ് എന്ന് നമുക്ക് മനസ്സിലായാൽ അവിടെ ഒരു ഫാക്ടറി അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റിന് ഇത്തരം സ്റ്റാക്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഹൈറ്റ് കൂടിയ സ്റ്റാക്സ് ഡിസൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. ഓക്കെ, സെക്കൻഡ് വൺ കോണിംഗ് പ്ലൂമാണ്. ടൈപ്പ് 2 കോണിംഗ് പ്ലൂം. കോണിംഗ് പ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ആണ് ഇവിടെ നമ്മൾ വരച്ചിട്ടുള്ളത്. സോ ആസ് പെർ ലൂപ്പിംഗ് പ്ലൂമിൻ്റെ അതുപോലെ തന്നെ XY ആക്സിസ് വരച്ച് അതിൽ നമ്മൾ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തു. അതിനുശേഷം അഡിയബാറ്റിക് ലാപ്സ് റേറ്റും എൻവയോൺമെൻറ്റൽ ലാപ്സ് റേറ്റും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചത്. ആൻഡ് ഫൈനലി അവിടെ നമ്മൾ ആ ഒരു പ്ലൂമിൻ്റെ ഷേപ്പ് കാണിച്ചിട്ടുണ്ട്. അവിടെ തന്നെ കാണിച്ചിട്ടുണ്ട് 10 ഡിഗ്രി എന്നുള്ളത്. അതായത് ഏകദേശം ഒരു 10 ഡിഗ്രി കോണിക്കലായിട്ടാണ് ഈ ഒരു കോണിംഗ് പ്ലൂം ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ആ പേരിൽ തന്നെയുണ്ട്, കോൺ ഷേപ്പ് ആയതുകൊണ്ട് അതിന് കോണിംഗ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ലൂപ്പ് ഷേപ്പ്ഡ് ആയതുകൊണ്ട് ലൂപ്പിംഗ് എന്ന് പറഞ്ഞു. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് വൺ കോണിംഗ് പ്ലൂം എന്ന് പറയുന്നത്. ഇതിൻ്റെ കേസ് പറയുകയാണെങ്കിൽ when the horizontal velocity is greater than 32 km/h and cloud block solar radiations at daytime and terrestrial radiations at night. ഹൊറിസോണ്ടൽ വെലോസിറ്റി 32 km/h കൂടുതലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ക്ലൗഡ് ഡേ ടൈമിൽ സോളാർ റേഡിയേഷനെയും നൈറ്റ് ടൈമിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻസിനെയും പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിലാണ് കോണിംഗ് പ്ലൂംസ് ജനറേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഹൊറിസോണ്ടൽ വെലോസിറ്റി 32 km/h കൂടുതലും ക്ലൗഡ്സ് ഡേ ടൈമിൽ സോളാർ റേഡിയേഷൻസിനെയും നൈറ്റ് ടൈമിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻസിനെയും ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പ്ലൂംസാണ് കോണിംഗ് ഷേപ്പിലുള്ള പ്ലൂംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പ്ലൂം ഒരു കോൺ ലൈക്ക് സ്ട്രക്ചറായിട്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ റഫ്ലി ഒരു 10 ഡിഗ്രി കോണിക്കൽ ഷേപ്പിലാണ് ഇത് ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു 10 ഡിഗ്രി കോണിംഗ് ഷേപ്പിലായിരിക്കും അല്ലെങ്കിൽ 10 ഡിഗ്രി വൈഡായിട്ടായിരിക്കും ഈ ഒരു കോണിംഗ് പ്ലൂം ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിയബാറ്റിക് കണ്ടീഷൻ ആയിരിക്കും. അഡിയബാറ്റിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എൻവയോൺമെൻറ്റൽ ലാബ്സ് റേറ്റ് ഈസ് ലെസ് ദാൻ അഡിയബാറ്റിക് ലാബ്സ് റേറ്റ് എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഓക്കെ, നേരത്തെ സൂപ്പർ അഡിയബാറ്റിക് ലാബ്സ് റേറ്റ് കണ്ടീഷൻ ആയിരുന്നു, ഇവിടെ അഡിയബാറ്റിക് കണ്ടീഷനാണ്. അതായത് ELR വിൽ ബി ലെസ് ദാൻ ALR എന്നുള്ള സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. സോ ഈ ഒരു ഏരിയയിൽ ഗ്രൗണ്ട് ലെവലിൽ പൊല്യൂട്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ബിക്കോസ് ഇവിടെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പൊല്യൂട്ടൻസിന് സംഭവിക്കുന്നുണ്ട്. പൊല്യൂട്ടൻസ് ട്രാവൽ എ ലോങ് ഡിസ്റ്റൻസ് ബിഫോർ റീച്ചിങ് ദി ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവൽ എത്തുന്നതിന് മുമ്പ് വളരെ വലിയൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു പ്ലൂം ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഏരിയയിൽ ഗ്രൗണ്ടിൽ വലിയ ഇഷ്യൂസ് ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കും ഈ ഒരു പ്ലൂമിൻ്റെ ബിഹേവിയർ ആക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, തേർഡ് വൺ ഫാനിങ് പ്ലൂമാണ്. തേർഡ് ടൈപ്പ് ഫാനിങ് ആണ്. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ എൻവയോൺമെൻറ്റൽ ലാബ്സ് റേറ്റും അഡിയബാറ്റിക് ലാബ്സ് റേറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു പ്ലൂമിൻ്റെ ഷേപ്പ് നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ പോകുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. ഓക്കെ, സോ അണ്ടർ എക്സ്ട്രീം ഇൻവേർഷൻ കണ്ടക്ഷൻ ആ ഒരു സിറ്റുവേഷൻ, അതായത് നെഗറ്റീവ് ലാബ്സ് റേറ്റ് ഉള്ള സിറ്റുവേഷനിലാണ് ഇത്തരത്തിലൊരു ഫാനിങ് പ്ലൂം ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അണ്ടർ എക്സ്ട്രീം ഇൻവേർഷൻ കണ്ടക്ഷൻ, അതല്ലെങ്കിൽ അതിനെ തന്നെ പറയുന്ന പേരാണ് നെഗറ്റീവ് ലാബ്സ് റേറ്റ് എന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് അറ്റ്മോസ്ഫിയർ വളരെ എക്സ്ട്രീംലി സ്റ്റേബിൾ സിറ്റുവേഷൻ ആയിരിക്കും, ജസ്റ്റ് എബോവ് ദി സ്റ്റാക്ക്. ഓക്കെ, extremely stable situation ആയിരിക്കും. and thus the above stack height stable environmental conduction and thus plume doesn't move upward only in horizontal direction. അതായത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ രണ്ട് ടൈപ്പിലും
അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കോണിക്കലായിട്ട് ഉയർന്നു പോകുന്നുണ്ടായിരുന്നു, മറ്റത് ലൂപ്പിംഗ് ഷേപ്പിലും ഉയർന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഫാനിങ്ങിൻ്റെ കേസിൽ എക്സ്ട്രീം ഇൻവേർഷൻ കണ്ടക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു അവിടെ ഹൈലി അല്ലെങ്കിൽ എക്സ്ട്രീംലി സ്റ്റേബിൾ അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അത്തരത്തിൽ ഹൈലി സ്റ്റേബിൾ എൻവിറോൺമെൻറ്റ് ഉള്ളത് കൊണ്ട് അവിടെ ഈ ഒരു പ്ലൂമിന് അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ആൻ ഉള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു കാപ്പബിലിറ്റി ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. സോ ആ ഫിഗറിൽ കാണിച്ച പോലെ തന്നെ വലിയ കോണിക്കൽ ഷേപ്പൊന്നും ഇല്ലാതെ വളരെ നാരോ ആയിട്ട് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലായിരിക്കും ഈ ഒരു ഫാനിങ് പ്ലൂമിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. ബിക്കോസ് അത്രയും എക്സ്ട്രീംലി സ്റ്റേബിൾ അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് തന്നെ അവിടെ സ്റ്റാക്കിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകാൻ ഈ ഒരു പ്ലൂമിന് കാപ്പബിലിറ്റി ഉണ്ടാവില്ല. ബിക്കോസ് എൻവിറോൺമെൻറ്റൽ സ്റ്റേബിൾ കണ്ടീഷനിലായതുകൊണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ സ്ട്രെയിറ്റ് പാത്ത് ഫോളോ ചെയ്യും എന്നുള്ളതാണ് ഫാനിങ് പ്ലൂമിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് വൺ ഈസ് ന്യൂട്രൽ പ്ലൂമാണ്. ന്യൂട്രൽ പ്ലൂമിൽ നമുക്കറിയാം എൻവിറോൺമെൻറ്റൽ ലാപ്സ് റേറ്റും അഡിയബാറ്റിക് ലാപ്സ് റേറ്റും ഈക്വൽ ആവുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ന്യൂട്രൽ പ്ലൂം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ആ പ്ലൂമിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ ബിഹേവിയർ അവിടെ വരച്ചത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. പ്ലൂം വെർട്ടിക്കലി റൈസ് ചെയ്ത് അപ്വേർഡ് ഡയറക്ഷനിൽ പോവുകയാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഈ ഒരു അപ്വേർഡ് ലിഫ്റ്റിങ് ഹൈറ്റ്, അതായത് അതിൻ്റെ ഡെൻസിറ്റിയും ടെമ്പറേച്ചറും ഈക്വലായി അറ്റൈൻ ചെയ്യുന്ന ആ ഒരു ഹൈറ്റ് വരെയാണ് ലീഡ് ചെയ്ത് പോകുന്നത്. സോ ന്യൂട്രൽ പ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എൻവിറോൺമെൻറ്റൽ ലാപ്സ് റേറ്റും അഡിയബാറ്റിക് ലാപ്സ് റേറ്റും ഈക്വൽ ആവുന്ന കണ്ടീഷനാണ് ന്യൂട്രൽ അറ്റ്മോസ്ഫറിക് കണ്ടീഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ ന്യൂട്രൽ അറ്റ്മോസ്ഫറിക് കണ്ടീഷനിലാണ് ന്യൂട്രൽ പ്ലൂംസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് പറയാം. ഈ ഒരു പ്ലൂം വേർട്ടിക്കലിയാണ് റൈസ് ചെയ്യുന്നത്. അതിൻ്റെ കോണിക്കൽ ഷേപ്പ് വേർട്ടിക്കലി റൈസ് ചെയ്ത് ഹൈറ്റിലേക്ക് ഉയർന്നു പോകുന്ന ഷേപ്പിലായിരിക്കും അല്ലെങ്കിൽ പാറ്റേൺ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇത് പോകുന്ന ആ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ആൻഡ് ടെമ്പറേച്ചർ ഓഫ് എയർ ഈക്വൽ ടു ഇറ്റ്. ആ ഒരു പ്ലൂമിൻ്റെ ഡെൻസിറ്റിക്കും ടെമ്പറേച്ചറിനും ഈക്വൽ ആയിട്ടുള്ള ഡെൻസിറ്റിയും ടെമ്പറേച്ചറും ഉള്ള ഒരു എയർ കണ്ടൻറ്റ് എവിടെയാണോ കിട്ടുന്നത് അത്രയും ഹൈറ്റിലേക്ക് ഇത് വെർട്ടിക്കലി റൈസ് ചെയ്യും എന്നുള്ളതാണ് ന്യൂട്രൽ പ്ലൂമിൻ്റെ കേസിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലോഫ്റ്റിംഗ് പ്ലൂമാണ്. ഫിഫ്ത്ത് വൺ ലോഫ്റ്റിംഗ് പ്ലൂമാണ്. നമുക്കറിയാം ഇതിൻ്റെ ആസ് പെർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് റൈറ്റ് സൈഡിൽ നമ്മൾ ആ ഒരു പ്ലൂം ബിഹേവിയർ കാണിച്ചിട്ടുണ്ട്. നമ്മളിവിടെ നോക്കുമ്പോൾ ആ ഒരു സ്റ്റേക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് ഈ ഒരു പ്ലൂം ബിഹേവ് ചെയ്യുന്നില്ല, റൈസ് ചെയ്തിട്ട് ഹൊറിസോണ്ടലായിട്ട് തന്നെയാണ് പോകുന്നത്. അവിടെ നമ്മളൊരു ലൈൻസും കാണിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ലോഫ്റ്റിംഗ് പ്ലൂമിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നത് എന്നുള്ളത്. സോ ഇവിടെ സൂപ്പർ അഡിയബാറ്റിക് ലാപ്സ് റേറ്റ് സ്റ്റേക്കിന് മുകളിലായിട്ടും നെഗറ്റീവ് ലാപ്സ് റേറ്റ് അല്ലെങ്കിൽ ഇൻവേർഷൻ നെഗറ്റീവ് ലാപ്സ് റേറ്റ് അല്ലെങ്കിൽ ലാപ്സ് റേറ്റ് ഇൻവേർഷൻ നമ്മുടെ സ്റ്റേക്കിൻ്റെ ബിലോ ആയിട്ടും സംഭവിക്കുകയാണെങ്കിൽ അത്തരം ഏരിയയിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്ലൂമിനെയാണ് ലോഫ്റ്റിംഗ് പ്ലൂം എന്ന് പറയുക. സോ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. സ്റ്റേക്കിൻ്റെ മുകളിലേക്ക് സൂപ്പർ അഡിയബാറ്റിക് ലാപ്സ് റേറ്റും സ്റ്റേക്കിൻ്റെ താഴത്തേക്ക് നെഗറ്റീവ് ലാപ്സ് റേറ്റ് അല്ലെങ്കിൽ ഇൻവേർഷനുമാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പ്ലൂമാണ് ലോഫ്റ്റിംഗ് പ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത്തരത്തിലുള്ള പ്ലൂംസാണ് എയർ പൊല്യൂട്ടൻസിനെ ഐഡിയലി ഡിസ്പേഴ്സ് ചെയ്ത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിലുള്ള അല്ലെങ്കിൽ ഗ്രൗണ്ടിലുള്ള ലിവിങ് ബീങ്സിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്ലൂംസ് എന്ന് നമുക്ക് പറയാം. കാരണം ഇതിൻ്റെ ഈ ഒരു ഷേപ്പ് ഇത്തരത്തിൽ ജനറേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഒരിക്കലും സ്റ്റാക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് ഈ ഒരു പ്ലൂം ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. ബിക്കോസ് താഴത്ത് ഈ നെഗറ്റീവ് ലാപ്സ് റേറ്റ് ഉള്ളതുകൊണ്ടും മുകളിൽ സൂപ്പർ അഡിയബാറ്റിക് സിറ്റുവേഷൻ ആയതുകൊണ്ടും ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണെങ്കിലും മുകളിലേക്കാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഗ്രൗണ്ട് ലെവലിലേക്ക് പൊല്യൂട്ടൻസിൻ്റെ പ്രസൻസ് എത്താത്തതുകൊണ്ട് ലിവിങ് ബീയിങ്സിന് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷനാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഐഡിയൽ ഏജൻറ്റ് ഫോർ ഡിസ്പേർഷൻ ഓഫ് പൊല്യൂട്ടൻസ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ലോഫ്റ്റിംഗ് പ്ലൂം. താഴ്ഭാഗത്തേക്ക് വരില്ല ബിക്കോസ് അവിടെ നെഗറ്റീവ് ലാപ്സ് റേറ്റ് ആയിരിക്കും. ആൻഡ് ദ സിക്സ്ത് വൺ ഈസ് ഫ്യൂമിഗേറ്റിംഗ് പ്ലൂമാണ്. ഫ്യൂമിഗേറ്റിംഗ് പ്ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ദ ലോഫ്റ്റിംഗ് പ്ലൂം. നമ്മൾ നേരത്തെ കാണിച്ച ഫിഗറും ഇതും നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ട്രെൻഡാണ് ഇവിടെ ഫിഗേഴ്സിൽ കാണുന്നത്. അതായത് സ്റ്റേക്കിൻ്റെ മുകൾ ഭാഗത്തേക്ക് നെഗറ്റീവ് ലാപ്സ് റേറ്റും സ്റ്റേക്കിൻ്റെ താഴത്തേക്ക് സൂപ്പർ അഡിയബാറ്റിക് ലാപ്സ് റേറ്റുമാണെങ്കിൽ അത്തരം ഏരിയാസിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പ്ലൂംസിനെയാണ് നമ്മൾ ഫ്യൂമുഗേറ്റിംഗ് പ്ലൂം എന്ന് പറയുന്നത്. ഇത് വളരെ വലിയ രീതിയിൽ പൊല്യൂട്ടൻസ് ഡൗൺവേർഡ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടാൻ കാരണമാവുന്ന രീതിയിലുള്ളൊരു പ്ലൂമാണ്. മാക്സിമം ഇത്തരത്തിലുള്ള പ്ലൂംസ് ജനറേറ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യൽ അവിടുത്തെ ലിവിങ് ഫീച്ചേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കമ്പൽസറി ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഓക്കെ, ആൻഡ് ദ ഫൈനൽ വൺ ട്രാപ്പിംഗ് പ്ലൂം എന്നുള്ളതാണ്.
ജസ്റ്റ് ആ പേരിൽ തന്നെ ഉണ്ട് ട്രാപ്പിംഗ്. രണ്ട് പെർട്ടിക്കുലർ ലൈൻസ് നമുക്കിവിടെ കാണാം ആ ഫിഗറിൽ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ലാപ്സ് റേറ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ റിജിഡ് ബൗണ്ടറിക്ക് ഉള്ളിലൂടെ ട്രാപ്പ് ചെയ്യപ്പെട്ട രീതിയിൽ പോകുന്ന പ്ലൂംസ് ആണ് ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഫർദർ അതിന് മുകളിലേക്കോ താഴത്തേക്കോ ഒരു ഡയറക്ഷണൽ ചേഞ്ചോ ഒരു സ്പ്രെഡോ ഉണ്ടാവില്ല. ഓക്കെ, വെൻ ദ ഇൻവേർഷൻ ലെയർ എക്സിസ്റ്റ് എബോവ് ആൻഡ് ബിലോ ദ സ്റ്റാക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് ലാപ്സ് റേറ്റ് മുകളിലും താഴെയും സംഭവിക്കുകയാണെങ്കിൽ, നേരത്തെ രണ്ട് കേസിൽ, അതായത് ഫ്യൂമിഗേറ്റിങ്ങിൻ്റെ കേസിൽ മുകളിലായിരുന്നു നെഗറ്റീവ് ലാപ്സ് റേറ്റ്, ലോഫ്റ്റിങ്ങിൻ്റെ കേസിൽ താഴത്തായിരുന്നു നെഗറ്റീവ് ലാപ്സ് റേറ്റ്. എന്നാൽ ട്രാപ്പിങ്ങിൻ്റെ കേസ് വരുമ്പോൾ മുകളിലും താഴത്തും സ്റ്റേക്കിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും നെഗറ്റീവ് ലാപ്സ് റേറ്റ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന പ്ലൂമിന് മുകളിലേക്കോ താഴത്തേക്കോ പോകാനുള്ള ഒരു കാപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരിക്കില്ല. ഇത് കൺഫൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ ട്രാപ്ഡ് ആയിട്ട് ഈ ഒരു രണ്ട് ലെയേഴ്സിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് ഹൊറിസോണ്ടലി ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത്തരം പ്ലൂംസിനെയാണ് ട്രാപ്പിംഗ് പ്ലൂം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ. 7 ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ബേസിക്കലി ഗ്രൗണ്ട് ലെവലിൽ അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയർ പൊല്യൂട്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് ഈ പ്ലൂംസ് ടൈപ്സ് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്. ലൂപ്പിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു ലൂപ്പ് ഷേപ്പിലാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അവിടെ എൻവയോൺമെൻറ്റൽ ലാപ്സ് റേറ്റ് ആയിരിക്കും അഡിയബാറ്റിക് ലാപ്സ് റേറ്റിനെക്കാട്ടും കൂടുതൽ. അത് അൺസ്റ്റേബിൾ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ അല്ലെങ്കിൽ സൂപ്പർ അഡിയബാറ്റിക് എൻവയോൺമെൻറ്റ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലല്ല, വെർട്ടിക്കൽ ഡയറക്ഷനിൽ വളരെ വലിയ രീതിയിലുള്ള എയർ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ലെവലിൽ പൊല്യൂട്ടൻസ് അക്യുമുലേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സെക്കൻഡ് കേസ് കോണിംഗ് ആണ് പറഞ്ഞത്. ഒരു 10 ഡിഗ്രി കോണിക്കൽ ഷേപ്പിൽ സ്പ്രെഡഡ് ആയിട്ടാണ് പോകുന്നത്. ഇവിടെ 32 km/hലും കൂടുതൽ ഹൊറിസോണ്ടൽ വെലോസിറ്റിയും അതുപോലെ തന്നെ സോളാർ റേഡിയേഷനെയും ടെറസ്ട്രിയൽ റേഡിയേഷനെല്ലാം ക്ലൗഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷൻസിലാണ് ഈ ഒരു കോണിംഗ് പ്ലൂംസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 10 ഡിഗ്രിയാണ് അവിടുത്തെ ഒരു കോണിൻ്റെ ഷേപ്പ്. സം കണ്ടീഷൻസ് ഓഫ് അഡിയബാറ്റിക് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് എൻവയോൺമെൻറ്റൽ ലാപ്സ് റേറ്റ് കമ്പാരിറ്റീവ്ലി അഡിയബാറ്റിക് ലാപ്സ് റേറ്റിനെക്കാട്ടും കുറവായിരിക്കും എന്ന് പറഞ്ഞു. ദെൻ ഇവിടെ ഒരു എയർ പൊല്യൂട്ടൻസിൻ്റെ പ്രസൻസ് കുറവായിരിക്കും, ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ഉണ്ടായിരിക്കും. ദെൻ ഫാനിങ് എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടലി ഒരു നാരോ ഏരിയയിലായിരിക്കും ഇത് മൂവ് ചെയ്യുന്നത്. ഇവിടെ എക്സ്ട്രീം ഇൻവേർഷൻ കണ്ടക്ഷൻ, നെഗറ്റീവ് ലാപ്സ് റേറ്റ് വളരെ എക്സ്ട്രീം ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേബിൾ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നാരോ ആയിട്ട് വെർട്ടിക്കലി റൈസ് ചെയ്യാതെ ഒരു പാത്തിലായിരിക്കും പോകുന്നത്. ന്യൂട്രൽ പ്ലൂം എന്ന് പറയുമ്പോൾ എൻവയോൺമെൻറ്റൽ ലാപ്സ് റേറ്റും അഡിയബാറ്റിക് ലാപ്സ് റേറ്റും ഈക്വൽ ആയിരിക്കുമെന്ന് പറഞ്ഞു. ഇത് വെർട്ടിക്കലി റൈസ് ചെയ്ത് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. എവിടെയാണോ അതിൻ്റെ ഈക്വൽ ഡെൻസിറ്റിയും ടെമ്പറേച്ചറും ഉള്ളൊരു എയർ കണ്ടൻറ്റ് അവൈലബിൾ ആവുന്നത് അത്രയും ഹൈറ്റിലേക്ക് ഈ ഒരു ന്യൂട്രൽ പ്ലൂം റൈസ് ചെയ്യും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ദെൻ ലോഫ്റ്റിംഗ് പ്ലൂമിൻ്റെ കേസിൽ സ്റ്റേക്കിൻ്റെ മുകൾ ഭാഗത്ത് അഡിയബാറ്റിക് സൂപ്പർ അഡിയബാറ്റിക് കണ്ടീഷനും താഴ്ഭാഗത്ത് നെഗറ്റീവ് ലാപ്സ് റേറ്റും ആകുമ്പോൾ ജനറേറ്റ് ചെയ്യപ്പെടുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ വളരെ ഐഡിയൽ കണ്ടീഷനായിരിക്കും, പൊല്യൂട്ടൻസ് ഗ്രൗണ്ട് ലെവലിൽ ഉണ്ടാവില്ല. ഫ്യൂമിഗേറ്റിങ്ങിൻ്റെ കേസ് നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്, ടുവാർഡ്സ് ലോഫ്റ്റിംഗ്. അതായത് താഴ്ഭാഗത്ത് സൂപ്പർ അഡിയബാറ്റിക്കും മുകൾ ഭാഗത്ത് സ്റ്റേക്കിൻ്റെ മുകൾ ഭാഗത്ത് നെഗറ്റീവ് ലാപ്സ് റേറ്റുമാണ്. അതുകൊണ്ട് പൊല്യൂട്ടൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ ട്രാപ്പിംഗ് ആണ്. സ്റ്റേക്കിൻ്റെ താഴെയും മുകളിലും നെഗറ്റീവ് ലാപ്സ് റേറ്റ് ആയതുകൊണ്ട് ഒരു ട്രാപ്ഡ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ പാത്തിൻ്റെ ഉള്ളിലൂടെ കൺഫൈൻഡ് ആയ ഏരിയയിലൂടെ ആയിരിക്കും ഈ ഒരു പ്ലൂമിൻ്റെ പാത്ത് എന്ന് പറയുന്നത്. ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ആണ് ഈ ഒരു സെഷനിൽ വരുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ള സെഷനാണ്. ഈ ഫിഗേഴ്സ് വരച്ച് ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് എന്താണ് ഇവിടുത്തെ കണ്ടീഷൻസ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പ്ലൂം ബിഹേവിയറും ഇതും കൂടെ കമ്പൈൻ ചെയ്തും ചോദിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു.